ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിലായി. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് പിടികൂടിയത്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അങ്ങനെ ഷിംജിത മുസ്തഫ അറസ്റ്റിലായതൊക്കെ ഗംഭീര സംഭവമാണ്. ഇവരെ പർദ്ദയൊക്കെ ഇട്ട് വലിയ VIP പോലെ പോലീസിൻ്റെ വാഹനത്തിലൊന്നുമല്ല, മഫ്തിയിലാണ് പോലീസ് എത്തിയത്. അങ്ങനെ വളരെ രഹസ്യമായിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ. വടകരയിലൊരു ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതനെ പോലീസ് പൊക്കിയതൊന്നല്ല, ഇവർ കീഴടങ്ങിയതാണ് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇവരെ പോലീസ് പിടിച്ചതൊന്നും ഒരു മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. എല്ലാം വളരെ രഹസ്യമാണ്. ഇവരെന്താ വലിയ VIP ആണോ, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും വലിയ സംഭവമുള്ള ഒരാളാണോ? എന്തായാലും ഇന്ത്യ മുഴുവനും ശ്രദ്ധേയമായൊരു കേസാണ്. ഇവരുടെ ഒരു വീഡിയോ കാരണം മനംനൊന്തിട്ട് കോഴിക്കോട് ഗോവിന്ദപുരത്തുള്ള ദീപക് എന്നൊരു യുവാവ് മരിച്ചത്. ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ജാമ്യമില്ലാ പ്രകാരം കേസെടുത്തിരുന്നു. ഇവർ രാജ്യം വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പിടിയിലായി എന്നുള്ളതല്ല, ഇവർ കീഴടങ്ങിയതാണ്. അങ്ങനെ ഇത് രാവിലെ ഒരു 10:15 കീഴടങ്ങിയിരിക്കണം. അങ്ങനെ ഇവരെ കൊയിലാണ്ടിയിൽ ശരിക്കും ഇവർ ചെയ്യേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് മെഡിക്കൽ എടുക്കേണ്ടത്. പക്ഷേ ഇവരെ കൊയിലാണ്ടിയിൽ നിന്നാണ് മെഡിക്കൽ എടുത്തത്, വടകര കഴിഞ്ഞിട്ട് കൊയിലാണ്ടിയിൽ നിന്ന്. അങ്ങനെ കൊയിലാണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു രംഗമാണ്. പർദ്ദയൊക്കെ ഇട്ട് ഏതൊരു ഉംറക്ക് പോണ സംഘം പോലെ മഫ്തിയിൽ ആരും അറിയാതെ ഈ രംഗം വരുന്നത്. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര പ്രതിഷേധം ഉണ്ടായി. ഇവരെന്താ വലിയ VIP ആണോ, ഈ രീതിയിലാണോ കൊണ്ടുവരേണ്ടത്? ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് BJPക്കാർ സർവ്വവിധ സന്നാഹമായിട്ട് രംഗത്തായിരുന്നു. പക്ഷേ അവർക്കൊന്നും പിടികൊടുക്കാതെയാണ് പോലീസിൻ്റെ രഹസ്യമായ നീക്കം. ഇതൊരു വലിയ വിമർശനം ഇടവരുത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് നാളുകളായിട്ട് ഇവർ ഗൾഫിലാണ്. ഒരു വോയിസൊക്കെ പുറത്തിറങ്ങിയിരുന്നു, ഞാൻ കരാമയിൽ നിന്ന് കണ്ടു. എന്തായാലും ഇവർ നിയമപരമായിട്ട് ഇവരെ പോലീസിൻ്റെ പിടിയിലെ നന്നായി. കാരണം ഇവർക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണമായിരുന്നു. എത്രത്തോളം ചില ആളുകൾ ബലാത്സംഗാഹ്വാനങ്ങൾ വരെ നടത്തി. ഇവർ രാക്ഷസിയാണ്, ഇവരുടെ അത് തട്ടിയിട്ടാണ് ആൾ മരണപ്പെട്ടത്. ഇങ്ങനെ ഗംഭീരമായ സൈബർ ആക്രമണം. ഈ സൈബർ ആക്രമണമൊന്നും നിയമപരമായിട്ട് ശരിയായ കാര്യമില്ല. എന്തിന് ഈ ഒരു ദീപക്കിന് വേണ്ടി സംസാരിച്ച രാഹുൽ ഈശ്വർ പോലും ഈ അവസാനം പറയേണ്ടി വന്നു, ഈ ഒരു ഷിംജിത മുസ്തഫക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ശരിയല്ല, ഞാൻ അവരുടെ ഫോട്ടോ പോലും ഞാൻ കാണിക്കാൻ തയ്യാറല്ല എന്നുള്ളതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. നമ്മുടെ നാട്ടിലൊരു വിചാരമുണ്ട്, കുറ്റവാളിയാണെന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറ്റവാളിയാണെങ്കിൽ അവരെ ആൾക്കൂട്ട വിചാരണ നടത്താം, നമുക്ക് എന്തും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, നമുക്കെന്തും പറയാം. കുറ്റവാളിയാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണെന്നും അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ടെന്നുമാണ് പുരോഗമന സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അറസ്റ്റ് നടന്നപ്പോൾ ആ വീട്ടുകാരുടെ ഒരു വൈകാരികമായ പ്രകടനം കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ആ വീട്ടുകാർ പറയുന്നത് അവരെങ്ങോട്ട് കൊണ്ടുപോവാം, അവരെ ഒരിക്കലും ഇനി പുറത്തിറക്കരുത്. കാരണം അത്രയും അനുഭവിച്ചിട്ടുണ്ട് ആ ദീപക്കിൻ്റെ ഒരു കുടുംബം. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണ് അവർ മരണപ്പെട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിൻ്റെ പേരെങ്കിലും പറയാം. ആ യുവാവിനൊക്കെ മരണപ്പെടാനൊരു കാരണം വെറുതെ ഒരു കാരണമില്ല. വെറും 10 മിനിറ്റിൻ്റെ യാത്രയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്നീ ബസ് സ്റ്റാൻഡിലേക്കുള്ളത്. അവിടെ നിന്ന് കയറിയ ഒരു സമയത്ത് വേറൊരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി വീഡിയോ എടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇത് പുറത്തിറക്കിയെന്ന് മാത്രമല്ല, ആ നാണക്കേട് പുറമെ ആ 2 മില്യൺ ആളുകൾ കണ്ട വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇവർ അടുത്ത വീഡിയോ ഇറക്കി. ആ വീഡിയോ ഇവർ വിശദീകരിച്ച് കണ്ടിട്ടാണ് ആ ദീപക് എന്ത് ചെയ്ത് ജീവനൊടുക്കിയത്. ഇപ്പോൾ ആ ദീപകിൻ്റെ കുടുംബം പറയുന്ന ഈ വാക്കുകൾ കാണുമ്പോൾ നമുക്ക് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പുറത്ത് വിടരുത്, അവൾക്ക് നീതി കിട്ടരുത്, അവളെ ജീവപര്യന്തം തടവിലിടണം, അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങളെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരിക, ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു, അത് വേണ്ടിയിരുന്നു. അതിനുള്ള വഴി നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റിയെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും അവൾ പുറത്തേക്ക് അവളെ വിടരുത്. കാരണം ഇനിയും പാവം പിടിച്ച പുരുഷന്മാർ ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും. ഇതേമാതിരത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനും അമ്മമാരും നീതി കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത്. ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്തുണ്ടാവരുത്. നമ്മൾ സ്ത്രീകൾ തന്നെയാണ്, പക്ഷെ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ കൊണ്ടുവന്ന അത്രയും നന്ദി. ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കാണ്ടിയിരുന്നു. ഞങ്ങൾ മൊബൈലിൽ കണ്ടിട്ടുള്ള ആളെ നേരിട്ട് കണ്ടിട്ടില്ല. അവന്ന് കണ്ടായിരുന്നു. അതിനൊരു ഇതുണ്ടായിരുന്നു. അവൾക്ക് അച്ഛനും അമ്മേനെ കാണിച്ച് ഞങ്ങളെ കുടുംബത്തിനൊന്നും കാണണ്ട. അവൾക്ക് എങ്ങനെയാണ് കുടുംബം എന്ന് അവൾക്ക് അറിയണ്ടേ, അച്ഛനും അമ്മയും ഇത്. അവൾ അങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു. നിധി കിട്ടുന്നിപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിടിച്ചെന്നല്ല പറയുന്നത്. ഞാനിപ്പോൾ അവരെന്താ ഇതാക്കണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ജാമ്യത്തിൽ വിട്ടാ പോയില്ലേ,
ജാമ്യത്തിലൊക്കെ വിടാൻ പാടില്ല ഒരിക്കലും. ഒരു കാരണവശാലും അവളെ ജാമ്യത്തിൽ വിടാൻ പാടില്ല. ജാമ്യത്തിൽ വിട്ടാലാണ് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞ നാളെ പറയണം അവളെ ജാമ്യത്തിൽ വിട്ടു തന്നെ പോയില്ലേ, പിന്നെ അതിലെ വകുപ്പും മറ്റതൊക്കെ പോയി. ഈ ഇതിൽ തന്നെ പിന്നെ ഇവരെ പർദ്ദയൊക്കെ കിട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പിന്നെ മഫ്തിയിലൊക്കെ പോലീസ് വരിക സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി VIP ആയിട്ടൊന്നും ആവില്ല. കാരണം ഇവർക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം, ഇവരെ കയ്യിൽ കിട്ടിയ ജനങ്ങൾ വെറുതെ വിടൂല, ആ രീതിയിലാണ്. കാരണം ജാതി മത വ്യത്യാസമില്ലാതെ മലയാളികൾ ഒന്നടങ്കം വെറുത്തൊരു പ്രതി ഉണ്ടെങ്കിൽ അതിപ്പോൾ ഷിംജിത മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ എത്രയോ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നേരിട്ടുള്ള കൊലപാതകങ്ങൾ. അതിൽ പോലും പ്രതിക്കില്ലാത്ത രീതിയിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ആളുകളുടെ വെറുപ്പ് ഷിംജിതാക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണത്രേ ഉള്ളൂ, വെറും നിരപരാധിയാണ് ആ ദീപക്. ഒരു തരത്തിലുമുള്ള ഒരു മോശത്തരം ചെയ്യാത്ത ഒരാൾ. ഇവരുടെ ഈ ഒരു കുറേ അമ്മായിമാരുണ്ട്, കുറേ ഇൻസ്റ്റയിൽ ഭയങ്കര ഇൻഫ്ലുവൻസർമാരാണെന്ന് പറഞ്ഞിട്ട് തോന്നിവാസം കളിച്ച് നടക്കുന്ന ആളുകളുടെ വിരോധമാണ്. എത്രത്തോളം ആളുകൾ പുരുഷ സമൂഹം ഇത്തരം ഇൻഫ്ലുവൻസർ അമ്മായിമാരെ വെറുക്കുന്നുള്ള ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഇപ്പോൾ ഷിംജിതാക്ക് ഒരു സപ്പോർട്ടും ഇല്ല. അപ്പം അത്രയും ജാതിമത വ്യത്യാസമില്ലാതെ ഒരു സപ്പോർട്ടും കിട്ടാതാകുമ്പോൾ ഇവരേതെങ്കിലും കാരണവശാൽ പ്രത്യക്ഷത്തിൽ സാധാരണ പോലീസ് ചെയ്യണത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അറ്റാക്ക് ചെയ്യുകയും അത് പോലീസിൻ്റെ വീഴ്ചയാവുകയും ചെയ്യും. അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിവോടെയാണ് വളരെ രഹസ്യമായിട്ട് നൈസായിട്ട് എന്ത് ചെയ്തു, ഇവർ കീഴടങ്ങി. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു കോഴിക്കോട് കോടതിയിൽ. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് കൊടുത്തൊരു നിയമോപദേശം, നിങ്ങൾ ആ മുൻകൂർ ജാമ്യം കിട്ടിയിട്ട് നിയമപരമായിട്ട് നീങ്ങുന്നതിനേക്കാൾ നല്ലത് ആളുകളുടെ എതിർപ്പ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കീഴടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോറലും മേൽക്കാതെ നിങ്ങളെ സുരക്ഷിതമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാമെന്ന് പോലീസ് ഉറപ്പ് കൊടുത്തു. അങ്ങനെയാണ് ഇവരെ മഫ്തിയിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നത്. അതിനെയൊക്കെ 24 ഒക്കെ എന്തോ ഒരു ഭയങ്കര ക്രൂരത പോലെയൊക്കെയാണ് വാർത്ത ചെയ്യണത്. കാരണം ജനങ്ങളുടെ സുരക്ഷിതത്വം കൂടി പോലീസ് നോക്കണ്ടേ. പ്രതിയാണെങ്കിലും പ്രതിയെ ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊല്ലുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഒന്നും കടമ. പക്ഷേ ഈ മുഖ്യധാര ചാനലുകളൊക്കെ എന്തിനാണ് അവരൊരു ആൾക്കൂട്ട വിചാരണ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. എന്തായാലും ഞാൻ അവരെ തെറി വിളിക്കാനോ ആക്ഷേപിക്കാനും തയ്യാറല്ല. അവർ ചെയ്ത കാര്യം 100% തെറ്റാണ്. ആ തെറ്റ് നമ്മൾ തുറന്നു പറയും. പക്ഷേ അത് അവരെ സൈബറാക്രമണം നടത്താനുള്ള ഒരു അവസരമാക്കിയിട്ട് ഞാൻ ഉപയോഗിക്കില്ല. ആ ഒരു ദീപകിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം ആ വീട്ടുകാരത്രയും ഇമോഷണലി ആയിട്ടാണ് പെരുമാറുന്നത്. നമുക്ക് അവരെ ഒരിക്കലും പുറത്തിറക്കാൻ പാടില്ല, എനിക്ക് വന്നിട്ട് ഇങ്ങോട്ട് കാണട്ടെ, അവർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നത് മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെയും കുടുംബക്കാരും വർത്താനം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇവർ ദുബായിൽ പോയി എന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഗൾഫിലെത്തി കണ്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വോയിസ് ഇട്ടിരുന്നു. അങ്ങനെ ചില ചാനലൊക്കെ വന്നത് ഞാൻ പിന്നെ ആ വാർത്ത എടുത്തില്ല. കാരണം അതിലെന്തോ ഒരു വിശ്വാസക്കുറവുണ്ടായി. ഇവർ മംഗലാപുരത്തേക്ക് കടന്നു എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ഇവർ എവിടേക്കൊക്കെ മുങ്ങി നോക്കിയിട്ട് നിയമപരമായിട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനം. ഇവരാദ്യമായിട്ട് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു. എന്തായാലും പോലീസ് ഇവരെ ഫോണ് പരിശോധിക്കും. ഈ എഡിറ്റഡ് വീഡിയോ ഏതൊക്കെ രീതിയിലാണ്. നിയമപ്രകാരം ഇവർക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ 10 വർഷത്തെ കഠിന തടവാണ്. പിന്നെ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും, 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പക്ഷേ കേസ് ഏതൊക്കെ രീതിയിലേക്ക് വരും എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴുള്ള ഈ ഒരു വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞാൽ അതതിൻ്റെ വഴിക്ക് നീങ്ങും. ഇത് നമുക്കൊരു പാടുണ്ട്. ഇതുപോലെ വീഡിയോ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഒരു നിയമം കൊണ്ടുവരണം. അതായത് ആളുകളുടെ സ്വകാര്യമായ ആളുകളുടെ വീഡിയോ എടുക്കുക. അങ്ങനത്തെ കുറച്ച് ഇൻഫ്ലുവൻസർമാർ അമ്മായിമാരുണ്ട്. എവിടുന്നെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കുക ബസ്സിൽ. ഇതിനർത്ഥം സ്ത്രീകൾക്ക് മോശാനുഭവങ്ങൾ ഉണ്ടാവണില്ല എന്നല്ല, ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അത് എടുക്കുകയും വേണം. നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിയമപരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, ബ്ലർ ചെയ്തിട്ട് ആ വീഡിയോ ഇടാം. ഇതൊന്നും ഇവരൊരു പൊതുപ്രവർത്തകയായിട്ടും ഇവരിതൊന്നും പാലിച്ചില്ല. ഇവർക്ക് ശരിക്കും റീച്ച് ചെയ്യുന്ന ആവശ്യം ഉണ്ടായിരുന്നു. നന്നായിട്ട് ആളുകളെ റീച്ച് ആവുക. ഇവരെ പഠിച്ചുകൊണ്ട് കേട്ടു. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. പക്ഷെ അറിഞ്ഞത് തെറ്റായ രൂപത്തിലായിരുന്നു മാത്രം. അതുകൊണ്ട് നല്ലതിലൂടെ പ്രശസ്തയാവാൻ ശ്രമിക്കുക. ഇവരാഗ്രഹിച്ചിരുന്നൊരു കാര്യം നാട്ടുകാരറിയുക, ഞാനിങ്ങനെ ഇൻഫ്ലുവൻസർ ഉണ്ട്, ആകെ 9,000 ഫോളോവേഴ്സേ ഉള്ളൂ, അതിനാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറയണത്. പിന്നെ ഇവരുടെ ഇപ്പോൾ എല്ലാ വീഡിയോകളും കുത്തിപ്പൊക്കിയിട്ട് ഇവരെ റേപ്പ് ചെയ്യണം എന്നൊക്കെ, ബലാത്സംഗം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ആഹ്വാനങ്ങളും, ഇവരെ കണ്ടിടത്ത് വെച്ച് തകർക്കണം, ഇനി ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടരുത്, ഇങ്ങനെ BJP-ക്കാരൊക്കെ ഇത് ഭയങ്കര വയലൻ്റായിട്ട് എടുത്തേക്കാണ്. ഇങ്ങനത്തെ ഒരു നീക്കം ഇത് ഇവർക്ക് അനുകൂല സമീപനം ഉണ്ടാവാൻ ഉപകരിക്കുള്ളൂ. ഇതൊരു മതം എന്ന് നോക്കിയിട്ട് രാഷ്ട്രീയം നോക്കി ഇതിനെ സമീപിക്കരുത്. ഇതൊരു വ്യക്തി ചെയ്ത തെറ്റ് മാത്രം. അതിലത് മുസ്ലിം ലീഗിൻ്റെ ആളായതുകൊണ്ടോ ഒന്നുമല്ല, ഇവർ മുസ്ലിം മതം ആയതുകൊണ്ടോ ഇതൊന്നുമല്ല. പക്ഷേ ആ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയുള്ളൊരു നീക്കം ഇതിൻ്റെ മെറിറ്റ് നഷ്ടപ്പെടുത്താൻ ഉപകരിക്കുള്ളൂ. എന്തായാലും ഇവരൊരു VIP പരിഗണന കൊടുത്തു എന്നൊക്കെ 24 ന്യൂസും റിപ്പോർട്ട് ചാനലൊക്കെ കൊടുക്കണത് കണ്ടു. കഥയറിയാതെ ആട്ടം കാണാണ് അവർ. VIP പരിഗണന ഒന്നുമല്ല, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പർദ്ദയിലുള്ളത്. പിന്നെ കുറച്ച് ആളുകൾ ഈ പർദ്ദ ഇട്ടിട്ട് എന്ത് തെമ്മാടിത്തരം ചെയ്യുക, പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഒരാളുടെ സുരക്ഷിതത്തിന് അയാൾ ഒരു പർദ്ദ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു മതവേഷമായിട്ട് കാണണ്ട, സുരക്ഷിതത്വം നൽകുന്നൊരു വേഷമാണെന്ന് ഇപ്പോഴെങ്കിലും സൊസൈറ്റിക്ക് മനസ്സിലായല്ലോ. പർദ്ദ എന്നുള്ളത് ആർക്കാവട്ടെ, മോശക്കാർക്കാവട്ടെ നല്ല ആൾക്കാരാവട്ടെ,
സുരക്ഷിതത്വം നൽകുന്നൊരു ഒരു വേഷമാണെന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർക്ക് നിയമപരമായ ശിക്ഷ കിട്ടട്ടെ, അല്ലാതെ അവർ ആൾക്കൂട്ട വിചാരണ നടത്തരുത്. അവരെ സൈബർ ആക്രമണം നടത്തുന്നതിനോടും എനിക്ക് പേഴ്സണലി ഞാൻ യോജിക്കില്ല. എന്തായാലും ആ ദീപക്കിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.